Hi all, welcome to yet another session of Enlight Toppers Talk series. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 2024 സിവിൽ സർവീസ് പരീക്ഷയിൽ 254 റാങ്ക് നേടിയ നിനിയ തോമസ് ആണ്. ഹായ് നിനിയ. ഹായ് സർ. ഓക്കെ, നിനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിനിയുടെ സ്വദേശം ആലുവയാണ്. നിനിയ ഒരു കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആണ്. യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവയിൽ നിന്ന് പാസ് ഔട്ട് ആയതാണ്. പാസ് ഔട്ട് ആയതിനു ശേഷം നേരെ എൻലൈറ്റിൻ്റെ പ്രിലിംസ് കം മെയിൻസ് ബാച്ചിലേക്ക് ഡയറക്റ്റ്ലി ജോയിൻ ചെയ്ത് നിനിയുടെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തതാണ്. ഓക്കെ, നിനിയ ഫസ്റ്റ് ഓഫ് ഓൾ ഓൺ ബിഹാഫ് ഓഫ് ടീം എൻലൈറ്റ് എനിക്ക് പേഴ്സണൽ ബിഹാഫിലും ടീം എൻലൈറ്റിൻ്റെ പേരിലും താങ്കളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. താങ്ക് യു സർ. ഓക്കെ, അപ്പം നിനിയുടെ ഒരു ബീഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. അപ്പം പക്ഷേ നിനിയുടെ ഇൻ്റർവ്യൂ സെഷൻസ് നടത്തിയ സമയത്താണ് നിനി എന്തുകൊണ്ട് സിവിൽ സർവീസിലേക്ക് വന്നെന്ന് ഞങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയോടെ മനസ്സിലായത്. അപ്പം ഇതെല്ലാ ആൾക്കാരുടെ ഒരു ആസ്പിറേഷനാണ് സിവിൽ സർവീസ് ജോയിൻ ചെയ്യാൻ. അപ്പോൾ ആ നിനിയുടെ ആസ്പിറേഷൻ എങ്ങനെ വന്നെന്നൊന്ന് പറയാൻ പറ്റുമോ? സാർ, ഞാൻ വളരെ ചെറുപ്പത്തിൽ ഇങ്ങനെ നമ്മുടെ അടുത്ത് അംബീഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു, ചുമ്മാ പറയും IAS ആവണൊരു ഗ്ലാമറസ് ജോലി ആയതുകൊണ്ട് അങ്ങനെ പറയുമായിരുന്നു. പിന്നെ ലൈഫ് ഹാപ്പൻഡ്, കോളേജിൽ ജോയിൻ ചെയ്തു. ആ സമയത്താണ് 2018 ഫ്ലഡ് നടക്കുന്നത്. അപ്പോൾ അതിന് ശേഷം പല സിവിൽ സർവൻസും അവർ ഭയങ്കര പ്രൊവാക്റ്റീവായിട്ട് ആ ഇഷ്യൂ ഡീൽ ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് വളരെയേറെ ഞാൻ ഇൻസ്പയർഡായി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി പബ്ലിക് സർവീസാണ് എനിക്ക് പ്രൊഫഷണൽ ലെവലിൽ ചെയ്യേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ 2019 ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ആരംഭിച്ചു. ഓക്കെ, നിനിയ ഈ ഗ്രാജുവേഷൻ സമയത്ത് തന്നെ ഇതിനു വേണ്ടി എന്തെങ്കിലും ബേസിക് സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ, അതോ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരുന്നോ തുടങ്ങിയത്? ഞാൻ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ്. പക്ഷേ ഇടയ്ക്ക് കോളേജിൽ ഇടയ്ക്ക് ചെറിയ ബുക്സ് ഒക്കെ വായിക്കുമായിരുന്നു. പക്ഷേ ഒരു ഫുൾ ഫ്ലെഡ്ജ് പ്രിപ്പറേഷൻ തുടങ്ങിയത് 2019 മുതലാണ്. അപ്പം നിനിയ ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് നിനിയുടെ ഓപ്ഷൻ ഫിലോസഫിയും കൂടാണ്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് നിനിയ ഫിലോസഫി ഒരു ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്തതെന്ന് പറയാൻ പറ്റുമോ? സാർ, ഒരു ഓപ്ഷണൽ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 3 ഫാക്ടേഴ്സാണ് മേജർലി വേണ്ടത്. അതിൽ ഒരു പ്രൈമറി ആയിട്ട് വേണ്ട ഒരു ഫാക്ടറാണ് അതിലേക്കുള്ള ജെന്യുവൻ ഇൻട്രസ്റ്റ്. അപ്പോൾ എൻ്റെ അച്ഛൻ ഇന്ത്യൻ ഫിലോസഫി വളരെയധികം വായിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ചെറുപ്പം മുതലേ അച്ഛൻ ഇന്ത്യൻ ഫിലോസഫിയിലെ ശങ്കരാചാര്യൻ്റെയും അതുപോലെ തന്നെ വിവേകാനന്ദ സ്വാമികളുടെയും കഥ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പം എനിക്കൊരു ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു സബ്ജക്റ്റിനോട്. പിന്നെ അതുപോലെ തന്നെ ഒരു സിവിൽ സർവീസ് പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ ഓപ്ഷണൽ ഏത് ചൂസ് ചെയ്യണം എന്ന് വന്നപ്പോൾ ഫിലോസഫി ഒരു ഓപ്ഷണലായി കണ്ട് അത് ചൂസ് ചെയ്തു. അതുമാത്രമല്ല, ഒരു നല്ലൊരു മെൻറ്ററിൻ്റെ ഗൈഡൻസ് നമുക്ക് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് എൻലൈറ്റിൽ മഹേഷ് സാറിൻ്റെ ഗൈഡൻസ് വളരെയധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ ക്ലാസ്സസ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഭയങ്കരമായിട്ട് എൻ്റെ കൺസെപ്ച്വൽ ക്ലാരിറ്റി എല്ലാം സെറ്റാക്കി തന്നു. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ഈസ് വെരി ഗുഡ്. അപ്പോൾ ആ ഫാക്ടേഴ്സ് എല്ലാം ഒരുമിച്ച് വന്നപ്പോഴാണ്, ബോത്ത് പ്രാക്ടിക്കൽ ആൻഡ് ഒരു ഇൻട്രസ്റ്റ് ഫാക്ടർ ഒരുമിച്ച് വന്നപ്പോഴാണ് ഞാൻ ഫിലോസഫി ഓപ്ഷനായിട്ട് ചൂസ് ചെയ്തത്. ഓക്കെ, ഇപ്പം നിനിയുടെ ഫിലോസഫി പ്രിപ്പറേഷൻ ഇങ്ങനെ, അതായത് GS അല്ല, ഇൻ ജനറൽ പ്രിപ്പറേഷൻ മുമ്പോട്ട് പോകുമ്പോൾ ഈ ഫിലോസഫി കഴിഞ്ഞ മെയിൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു നിനിയ. അപ്പം ഈ ഫിലോസഫീൻ്റെ അകത്ത് എന്ത് വ്യത്യാസം? ഈ തവണ എങ്ങാണ്ട് വളരെ നല്ല സ്കോറാണ് നിനിയ ഫിലോസഫി, അതായത് ബാക്കി ഓപ്ഷൻസ് നോക്കുമ്പോൾ നല്ല സ്കോറോടെയാണ് ഈ തവണ ഫിലോസഫി ജയിച്ചിരിക്കുന്നത്. സോ എന്ത് വ്യത്യാസമാണ് പ്രിപ്പറേഷനിൽ താങ്കൾ കൊണ്ടുവന്നിരുന്നത്? സാർ, കഴിഞ്ഞ വർഷത്തെ ഒരു പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ എൻ്റെ മെയിൻസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് എനിക്കെല്ലാം ഹാൻഡിൽ ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ നോട്ട്സ് അധികം നന്നായിട്ട് റെഡിയാക്കിയിട്ടുണ്ടായില്ല. അപ്പം റിവിഷൻ ആസ്പെക്റ്റിൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നു. അതുകൊണ്ടാണ് എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഫിലോസഫിയിൽ ചെറിയൊരു പ്രശ്നം പറ്റിയത്. പക്ഷേ ഈ വർഷം സാറിൻ്റെ നോട്ട്സ് ഞാൻ ക്രിസ്പായിട്ട് കമ്പൈൽ ചെയ്ത് ഒരു ആൻസർ ഫോർമാറ്റിൽ, ഇപ്പം എല്ലാ ക്വസ്റ്റ്യനും ഒരു ആൻസർ ഫോർമാറ്റിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതെനിക്ക് റിവിഷന് വളരെയധികം എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് റിവിഷൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നമുക്ക് ആൻസേഴ്സിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല, ഈ മെയിൻസിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ ഹെക്റ്റിക്കാണ്. അതുപോലെ തന്നെ എക്സാംസും ടൈറ്റ്ലി പാക്ഡ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് റിവിഷൻ നമുക്ക് എത്രത്തോളം എളുപ്പം ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക്
റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സമയത്തൊരു നോട്ട് മേക്കിങ്ങിൻ്റെ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ വന്നത്. ഓക്കെ. അപ്പം പല പിള്ളേരും ചോദിക്കുന്നൊരു ചോദ്യം തന്നെയാണ് നോട്ട് ഉണ്ടാക്കണമെന്ന്. കാരണം അതിനൊരു എഫർട്ട് നന്നായിട്ട് വേണം. സോ റെഡിമെയ്ഡ് സോഴ്സസിലേക്കാണ് പല ആൾക്കാരും പോകുന്നത്. അപ്പം ഓപ്ഷൻ പ്രിപ്പറേഷനിൽ ഈ നോട്ട് മേക്കിംഗ് പ്രോസസ്സ് അതൊരു എങ്ങനെയായിരുന്നു പഠിച്ചെടുത്തത്? അതായത് ഒറ്റയിരിപ്പിന് എല്ലാം അങ്ങ് എഴുതി വെക്കുമായിരുന്നോ അതോ ഇമ്പോർട്ടൻറ്റ് മാത്രമായിട്ട് എങ്ങനെയായിരുന്നു അത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരുന്നത്? സർ, എൻ്റെ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡായിരുന്നു. അപ്പോൾ ആദ്യം കുറേ നോട്ട്സ് ഉണ്ടാക്കി അതെല്ലാം വാളിപ്പോയി. പക്ഷേ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ ഓരോ ഫിലോസഫറിനും കൂടുതലായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ഏരിയാസ് സ്പെസിഫിക്കലി ചൂസ് ചെയ്ത് അത് സാറ് പറയുന്ന രീതിയിൽ, ഇപ്പോൾ നമുക്ക് മെയിൻ ടെസ്റ്റ് സീരീസിൻ്റെ സമയത്തായാലും സാറ് പറയും ഓക്കെ ഈ കീവേഡ് വേണം, ആ ഒരു രീതിയിൽ ഞാൻ ആൻസേഴ്സ് ഫ്രെയിം ചെയ്ത് അങ്ങനെയാണ് നോട്ട് പ്രിപ്പയർ ചെയ്തത്. അതായത് നിനിയുടെ ഗൈഡ് എന്ന് പറഞ്ഞാൽ PYQ ആയിരുന്നു. അതായത് PYQ എടുത്തിട്ട് അതിൻ്റെ സഹായത്തോടെ നോട്ട് കംപ്ലീറ്റ് ചെയ്തു. സോ ഇത് തന്നെയാണ് എല്ലാ ആസ്പിറൻസും ചിന്തിക്കേണ്ടത് അല്ലേ? ഓക്കെ, നോ കമ്മിങ് ടു യുവർ മെയിൻസ് പ്രിപ്പറേഷൻ. അപ്പം നിനിയ നമ്മുടെ പല കോഴ്സസും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത്, അതായത് ആൻസർ റൈറ്റിംഗ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആ വർഷങ്ങളിൽ നിനിയുടെ ആൻസറിൻ്റെ സ്ട്രക്ചർ വളരെ മാറ്റം വന്നുകൊണ്ടേയിരുന്നു. ഇനീഷ്യലി കൂടുതൽ കണ്ടൻറ്റ് ഫോക്കസിൽ പോയ നിനിയ ലേറ്റർ ഓൺ അത് കുറച്ചുകൂടി ഫ്ലോയിലേക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു എഫർട്ട് എടുത്ത് മാറി വന്നു. അപ്പം മെയിൻസ് പറയുന്ന സമയത്ത് നമുക്ക് ഈ ഡാറ്റ അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഇത് ആൻസറിലേക്ക് കൊണ്ടുവരാൻ വളരെ എസെൻഷ്യലാണ്. അപ്പം ഇത് എങ്ങനെയാണ് നിനിയ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്? സർ, എൻ്റെ മെയിൻസിൻ്റെ കംപ്ലീറ്റ് അസോസിയേഷൻ എൻലൈറ്റിൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞാനിവിടെ എൻമാപ്പിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. മെയിൻസ് ടെസ്റ്റ് സീരീസിനും എൻലൈറ്റ് തന്നെയായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ കണ്ടൻറ്റ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടൻറ്റ് ഷോർട്ടേജ് ഉള്ള സമയത്ത് ഞാൻ മേജർലി ഫോക്കസ് ചെയ്തിരുന്നത് ഇവിടെ എൻലൈറ്റിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ആൻസർ കീസ്. ഇവിടെ ലാസ്റ്റ് ലാപ്പ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ലാപ്പിൽ ഞാൻ ഭയങ്കര റിലീജിയസ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളാണ്. അതുപോലെ തന്നെ മെയിൻസ് ടെസ്റ്റ് സീരീസും. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സിൽ നിന്ന് എനിക്ക് ആൻസർ കീസിൽ നിന്ന് കിട്ടിയ കണ്ടൻറ്റാണ് എൻ്റെ കണ്ടൻറ്റ് എൻഹാൻസ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്തത്. പിന്നെ സ്ട്രക്ചർ, ആൻസറിൻ്റെ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ വാല്യൂ അഡീഷൻസ് ഡെവലപ്പ് ചെയ്യാനും ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടുണ്ടായി. സോ ഫോർ എക്സാമ്പിൾ ഇപ്പം പൊളിറ്റിക്സ് ആണെങ്കിലും എനിക്ക് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ ജോസഫ് സാറിൻ്റെ ഹെൽപ്പ് തേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്ററിക്കാണെങ്കിൽ ഭാഗ്യശ്രീ മാം, ബാക്കി ഇക്കണോമിക്സ് ആണെങ്കിലും ജോസഫ് സർ, പിന്നെ ജോഗ്രഫിക്ക് അബു സർ, പിന്നെ വേൾഡ് ഹിസ്റ്ററി PIC അതിനെല്ലാം എനിക്ക് ഷിനോ സാറും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒരു സപ്പോർട്ടോടു കൂടി എനിക്ക് സ്ട്രക്ചറും വാല്യൂ അഡീഷനും വളരെയധികം ഫോക്കസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ വാല്യൂ അഡീഷൻ എത്രത്തോളം താങ്കളുടെ ന്യൂസ് പേപ്പർ റീഡിങ് ചോദിക്കാൻ കാരണം, എനിക്ക് ആസ്പിറൻസിൻ്റെതിലേക്ക് പിന്നെയും അഫേം ചെയ്യണം ദ ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂസ് പേപ്പർ. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, അതായത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ന്യൂസ് പേപ്പർ റീഡിങ് ഇവോൾവ് ചെയ്ത് വന്നത്? സർ, ഞാൻ സിവിൽ സർവീസ് പ്രിപ്പറേഷനിലേക്ക് വന്നപ്പോൾ പേപ്പർ വായിച്ചു തുടങ്ങിയ ഒരാളാണ്. അപ്പോൾ ആദ്യം പേപ്പർ വായിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. 6 മണിക്കൂറോളമൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഒരു ഗൈഡഡ് അപ്രോച്ചോടുകൂടി ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പോടുകൂടി അത് കുറഞ്ഞു വന്നു. അപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ആദ്യം മിക്ക ആസ്പിറൻസും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് കുറേ വായിക്കും, കുറേ നോട്ട്സ് ഉണ്ടാക്കും, പിന്നെ അത് റിവൈസ് ചെയ്യില്ല. പക്ഷേ ഒരു പ്രിലിം സ്റ്റേജിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുക, ലിമിറ്റഡ് ആയിട്ട് നോട്ട്സ് ഉണ്ടാക്കുക, അത് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യാം. മെയിൻസിൻ്റെ സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഫോർഡർ പോയിൻറ്റ്സ് ആവശ്യമാണ്. അപ്പോൾ മെയിൻസിന് നമ്മുടെ മാർക്ക് വളരെയധികം കൂട്ടുന്നത് ആ ഫോർഡർ പോയിൻറ്റ്സ് ആണ്. ഈ ഫോർഡർ പോയിൻറ്റ്സ് നമ്മൾ എഡിറ്റോറിയൽസിൽ നിന്ന് ലഭിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വിമൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാവാം, ഡേറ്റ ഉണ്ടാവാം, അല്ലെങ്കിൽ റീസെൻറ്റ് എക്സാമ്പിൾസ് ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൻസർ കുറച്ചും കൂടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ന്യൂസ് പേപ്പർ റീഡിങ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഓക്കെ, വേറൊരു ചോദ്യം ന്യൂസ് പേപ്പറിൽ സാധാരണ പിള്ളേർ ചോദിക്കുന്നത്, ഇത് റിട്ടൺ ആയിരുന്നോ അതോ ഓൺലൈൻ ടൂൾസ് യൂസ് ചെയ്തിട്ടായിരുന്നോ താങ്കളുടെ പ്രിപ്പറേഷൻ പോയിക്കൊണ്ടിരുന്നത്? സർ, ഞാനൊരു ഓൾ ടൈം ഓൺലൈൻ ഫാനാണ്, ഓൺലൈൻ നോട്ട് മേക്കിംഗ് ഫാനാണ്. ഓൺലൈൻ നോട്ട്സ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഏത് ആപ്പായിരുന്നു, അതായത് ഏത് ടൂളായിരുന്നു യൂസ് ചെയ്തത്? ഞാൻ വൺ നോട്ട് എന്ന് പറഞ്ഞ അതിൻ്റെ മേജർ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ളൊരു ഫീൽഡാണ്.
അപ്പോൾ അങ്ങനെയുള്ളൊരു ഫീൽഡിൽ നമുക്ക് അപ്ഡേഷൻസ് കൂടുതൽ ഈസിലി പോസിബിൾ ആവുന്നത് ഓൺലൈൻ ആപ്സ് യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട്സ് ചെയ്യുന്നതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. പിന്നെ ഒരു കൺട്രോൾ പ്ലസ് എഫ് അടിച്ചാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു പക്ഷേ ന്യൂസ് പേപ്പർ ഒരു ഹാബിറ്റ് ആക്കണമെങ്കിൽ പേഷ്യൻസ് വേണം അല്ലേ? അപ്പോൾ അതാണ് ഒരു ന്യൂ ആസ്പിറന്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. കാരണം 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ തുടക്കത്തിലെടുക്കുന്ന നമ്മളൊരു 2 hours ആയിട്ട് കുറച്ച് വന്നിരുന്നതായിരുന്നു. നിനിയുടെ GS പ്രിപ്പറേഷൻ ഇൻ ജനറൽ മുമ്പോട്ട് പോകാൻ നേരം, അതായത് നിനിയ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? സർ, എനിക്ക് മേജറായിട്ട് വന്നൊരു ഡിഫിക്കൽട്ടി കണ്ടന്റ് എൻഹാൻസ്മെൻറ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതിനെനിക്ക് കൂടുതൽ ഇവിടുന്ന് ഹെൽപ്പ് കിട്ടി, ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് കിട്ടി. പിന്നെ ചില ഏരിയാസിൽ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിനും ഞാൻ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് തന്നെയാണ് തേടിയത്. അപ്പം അതുവഴി എനിക്ക് ആൻസർ റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചിരുന്നു. ഇത് എന്താ പറയുന്നത്, പല ആൾക്കാരും ചോദിക്കാറുണ്ട്, അതായത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആൻസർ എഴുതി തുടങ്ങണോ അതോ കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങണോ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? സർ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ജസ്റ്റ് ഒരു ഫസ്റ്റ് റൗണ്ട് നമ്മളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയതിന് ശേഷം ആൻസർ റൈറ്റിംഗ് തുടങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കണ്ടൻറ് ഉണ്ടാവില്ല. അപ്പോൾ കണ്ടൻറ് ഇല്ലാത്തിടത്തോളം നമുക്ക് ആൻസർ റൈറ്റിംഗ് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങിയൊരു 6 months എല്ലാം കഴിഞ്ഞ ശേഷം ആൻസർ റൈറ്റിംഗ് തുടങ്ങുക എന്നുള്ളതാണ്. അതായത് ഒരു 3 to 4 months നമ്മളൊരു ബേസിക് റൗണ്ട് പത്രവും വായിച്ച് കണ്ടന്റ് വരാൻ നേരത്തേക്ക് നമുക്ക് അത്യാവശ്യം ഒരു ആൻസർ സ്ട്രക്ചർ ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റുമായിരുന്നു. ഓക്കെ, കമ്മിങ് ടു യുവർ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ, കാരണം ഇച്ചിരി പേഴ്സണലി അറിയുന്നതുകൊണ്ടാണ്, കുറച്ച് യുണീക്കായിരുന്നു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ. ഈ പാനൽ ഇൻ്റർവ്യൂ ഒന്നും എങ്ങാണ്ട് അറ്റൻഡ് ചെയ്യാത്തൊരു കാൻഡിഡേറ്റ് തന്നെയാണ് ഇത്. സാധാ രീതിയിൽ ഇപ്പം കേരളത്തിലൊരു ട്രെൻഡുണ്ട്, ഡൽഹിയിൽ പോയി ഒരു 10-20 മോക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നതാണ് ഒരു ട്രെൻഡ്. അതിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് 193 അല്ലേ 193 മാർക്സ് ഈ തവണ വന്നായിരുന്നു. ബട്ട് യു ഫേസ് സർട്ടൺ ഡിഫിക്കൽട്ടീസ്. അത് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഓവർകം ചെയ്തത്? എനിക്ക് ഇനീഷ്യലി എൻ്റെ 1-on-1 സെഷൻസ് ഞാൻ അബു സർ, മഹേഷ് സർ, ജോസഫ് സാറിൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഐ വാസ് ട്രൈങ് ടു ബി സമ്മൺ എൽസ്. മാത്രമല്ല ഞാൻ വളരെ ഭയങ്കര ഫോർമലായിട്ട് ആൻസർ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ കോൺവെർസേഷൻ ഒട്ടും ഡ്രൈവ് ചെയ്യാതെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു എൻ്റെ. അപ്പോൾ ഇനീഷ്യൽ സെഷൻസിൽ മഹേഷ് സാറും അബു സാറും ജോസഫ് സാറും പറഞ്ഞു, യു ഹാവ് ടു ഇംപ്രൂവ്, കുറച്ചും കൂടി നന്നായിട്ട് പറയാൻ ശ്രമിക്കണം. അപ്പോൾ എനിക്കത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അബു സാറിനെ ഒരു ദിവസം പേഴ്സണലായിട്ട് വന്ന് കണ്ടു. അപ്പോൾ സാറ് പറഞ്ഞു, നിനിയുടെ ഒരു റിഫ്ലക്ഷൻ ഇല്ല പറയുന്ന ആൻസേഴ്സിൽ, യു ഹാവ് ടു ബി യുവർ സെൽഫ്, ജസ്റ്റ് നമ്മളൊരു നോർമൽ കോൺവെർസേഷൻ ചെയ്യുന്ന പോലെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് എന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്തൊരു ഫാക്ടർ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ആൻസേഴ്സ് ആ ഒരു രീതിയിൽ ട്യൂൺ ചെയ്യാൻ തുടങ്ങി, ആ ഒരു രീതിയിൽ പറയാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ആൻസേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. പിന്നെ സാറ് പറഞ്ഞ പോലെ ഞാൻ മോക്ക് ഇൻ്റർവ്യൂസ് ഒന്നും എടുത്തിട്ടില്ല. ഇവിടെ ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസ് തന്നെയാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയത്. അപ്പോൾ ഒരു റിയൽ UPSC ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ബോർഡ് വളരെ കോഡിയലായിരുന്നു. അപ്പോൾ ലൈക്ക് ഐ വാസ് ഏബിൾ ടു ബി മൈ സെൽഫ്. എനിക്കത് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോസസ്സ്. അപ്പോൾ ഞാൻ കേൾക്കുന്ന കൂട്ടൊന്നും അല്ല, അതായത് ഭീകര ജീവികളല്ല അതിനകത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്മളിപ്പോൾ സാധാരണ സംഭവിക്കാറുള്ളത്, ചിലപ്പം മോക്ക് എടുക്കുമ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യും, അപ്പോൾ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവും, അത് അവിടെയും റിഫ്ലക്റ്റഡ് ആവും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു കംഫർട്ട് സ്പേസിൽ അത് ചെയ്തിട്ട് ഇൻ്റർവ്യൂവിന് പോവുക. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ സെഷൻ, അതായത് ഈ ബ്രീഫ് സെഷൻ എൻഡ് ചെയ്യുന്ന മുമ്പ് 1 last ക്വസ്റ്റ്യൻ, അതായത് ഫ്യൂച്ചർ ആസ്പിറൻസിലേക്ക് താങ്കൾക്ക് എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ? ഓക്കെ സർ, ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ വളരെയധികം ഫീൽ ഗുഡ് മൂവീസ് കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിലെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മൂവി സീരീസാണ് ഹാരി പോട്ടർ. അപ്പോൾ ഹാരി പോട്ടറിൽ പറയുന്നൊരു ഫേമസ് ഡയലോഗ് ഉണ്ട്, ഹാപ്പിനെസ് ക്യാൻ ബി ഫൗണ്ട് ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ഓഫ് ടൈംസ് ഓൺലി ഇഫ് യു ഡിസൈഡ് ടു ടേൺ ഓൺ ദ ലൈറ്റ്. അപ്പോൾ എനിക്കിതിൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് ആസ്പെക്റ്റാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്.
ഇപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ അൺസർട്ടനിറ്റി കാരണം ദി പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ക്ലിയറിങ് ദിസ് എക്സാം ഇസ് വെരി ലെസ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു 1-2 ഫെയിൽഡ് അറ്റംപ്റ്റ്സ് കഴിയുമ്പോൾ നമ്മൾ വളരെ ഡീമോട്ടിവേറ്റഡ് ആവും. വിൽ സ്റ്റാർട്ട് ക്വസ്റ്റ്യനിങ് അവർ സെൽഫ്. നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് വളരെ എഫക്റ്റഡ് ആവും. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കൊരു സർവൈവൽ കിറ്റ് ഉണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ ഞാൻ എൻ്റെ പേരൻസിൻ്റെ അടുത്ത് സംസാരിക്കും, ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കും, ടീച്ചേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു സർവൈവൽ കിറ്റ് വേണം. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിലും നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വി ഷുഡ് ആസ്ക് ഫോർ ഹെൽപ്പ്, എന്നാലേ നമുക്ക് ഹെൽപ്പ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു മെൻ്റൽ ഹൈജീൻ ഈ ഒരു എക്സാമിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എബവ് ഓൾ ഒരു സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ട്രസ്റ്റ് എന്നുള്ളത് നമ്മുടെ ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളെ എത്തിക്കും. ഇതൊരു 1 year ലോങ് പ്രോസസ്സാണ്. അപ്പോൾ ആ 1 year ലോങ് പ്രോസസ്സിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ നമ്മളൊരു മിസ്ഗൈഡഡ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെയും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ടാണ് ഈ മെൻറ്റൽ സ്ട്രെങ്ത്ത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സ്റ്റുഡൻസും ഞാൻ കേൾക്കുന്ന പലതിലും ഈ പ്രശ്നം ഫേസും ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അതിനകത്ത് ഒരു നാണക്കേടുമില്ല. അവസാനം പുള്ളിക്കാരി പറഞ്ഞത്, നിനിയ പറഞ്ഞത്, ഹെൽപ്പ് തേടണം. അത് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ ബെറ്റർ ആയിരിക്കും. സോ ഇറ്റ് വാസ് വെരി ഗ്രേറ്റ് സ്പീക്കിംഗ് വിത്ത് യു നിനിയ. താങ്ക് യു.